ഭദ്രന്തേ നിരന്തരാമസ്തു സംവഹം രാമ ഭദ്രമേ ദൃശ്യാതിരാമദ്യൈവാസമാഗമം യജനായി പോരിഷ്ടതിജീവാലാൽ മമ ഭജപൂർണത്വേന സംപ്രബ്ധനായിതോ ഭവാൻ അദ്യവാസരം മമ സബലാമശ്രയല്ല മത്തവസ്വാഭല്യവും വന്നിതോ ജൽപദേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും അമ്മച്ചി അവരൊക്കെ വന്നു. ആ കാലത്തെ തിരിച്ചു അല്ലേ? വരുന്ന വഴി മഴയൊക്കെ ഉണ്ടായിരുന്നോ? മഴയോ? തുമ്പിക്കൈ വണ്ണത്തിലല്ലേ പെയ്തത്? തുമ്പിക്കൈ വണ്ണത്തിലെന്ന് പറഞ്ഞ എന്താ മുത്തശ്ശി? ആനയ്ക്കല്ലേ തുമ്പിക്കൈ? അത് മോളെ ശക്തമായി മഴ പെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഈ തലമുറയിലെ കുട്ടികൾക്ക് ഇത് വല്ലതും അറിയാമോ? ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ അല്ലേ? ഭാസ്കരപിള്ളേ, ഡിക്കിയിൽ കുറച്ച് പച്ചക്കറിയുണ്ട്, ഇങ്ങെടുത്തോളൂ. പച്ചക്കറിയോ? എന്തിനാ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കിട്ടില്ല ഇതെല്ലാം. ഇവിടെ കിട്ടില്ലെന്ന് ആര് പറഞ്ഞു? പക്ഷേ ഇതിവിടെ കിട്ടില്ല. നമ്മുടെ വീടിൻ്റെ മട്ടുപ്പാവിൽ ഒരു ജൈവ കൃഷിത്തോട്ടം തന്നെയുണ്ട്. നമുക്കാവശ്യമായ ഒട്ടുമിക്ക പച്ചക്കറികളും അതിൽ നിന്ന് ലഭിക്കും. പണ്ടത്തെ പോലെ വിഷമയമല്ലാത്ത പച്ചക്കറികൾ കൊണ്ട് ഈ വർഷത്തെ ഓണം ഒരുക്കി കളയാം. ഇഷ്ടം പോലെ പറമ്പ് ഇവിടെ വെറുതെ കിടക്കുന്നു. ആർക്കും കൃഷി ചെയ്യാൻ വയ്യ. ഇനി വരുന്ന കാലം അത്രയും വിഷം കഴിച്ച് ജീവിക്കണം. വരൂ, കയറി ഇരിക്കൂ കുറുപ്പേ. അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ? ഓണമല്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും തിരുവാറന്മുളയപ്പനെ കൺകുളിർക്ക കാണാൻ പറ്റി. ഇതാ പ്രസാദം. കുട്ടികളുടെ കാര്യം ഇനിയും വെച്ച് നീട്ടണോ? മോനെവിടെ? അവരിവിടൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും. ആ ശരിയാ, എത്രയും വേഗം അവരുടെ വിവാഹം നടത്തണം. ഇങ്ങനെ കറങ്ങി നടന്നാൽ ഒരു കാര്യങ്ങളൊന്നും നടക്കില്ല. അതെ അതെ, എന്തിനാ വെച്ച് നീട്ടുന്നത്? നമുക്ക് ഉടനെ അങ്ങ് നടത്തിക്കളയാം. വരുന്നു രണ്ടും. നമസ്തേ.
എന്തൊക്കെയാണ് നിങ്ങളുടെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ? സാറേ, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ക്ലബിനുള്ള അവാർഡ് നമുക്ക് ലഭിച്ചിരുന്നു. ഓഹോ, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് സാധുജന സംരക്ഷണം, വിദ്യാഭ്യാസ ധനസഹായം, ചികിത്സാ സഹായം, പിന്നെ ഭവന നിർമ്മാണത്തിനുള്ള സഹായം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഗുഡ്, വെരി ഗുഡ്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മുടെ നാട് നന്നാവുന്നത്. എനിക്കൊരു സജഷനുണ്ട്. പറഞ്ഞാട്ട് സാറേ. ഇന്നത്തെ കാലത്ത് ഭൂരിപക്ഷം ആൾക്കാരും മയക്കുമരുന്നിന് അടിമകളാണ്, കൊച്ചു കുട്ടികൾ പോലും. അപ്പോൾ ആ മേഖലയിൽ കൂടെ നിങ്ങൾ തീർച്ചയായും ഇത്തരം അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ഇത് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആളുണ്ടാവും. ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെ സന്തോഷമാണ് എനിക്ക്. ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. ശരി, വരട്ടെ സാറേ. ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. മൊബൈൽ ഫോൺ താത്തു വെച്ചിട്ട് മക്കളെല്ലാവരും ഇങ്ങ് വന്നേ. അങ്കിളെ, ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാമോ? അതിനെന്താ, എത്ര കഥകൾ വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാമല്ലോ. അതിനു മുൻപ് നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി എന്തിനാ കൂടിയിരിക്കുന്നേ? വെക്കേഷൻ ആയതുകൊണ്ട്. പൊടി ഓണം ആയതുകൊണ്ട്. അങ്കിൾ, ഓണം എന്ന് വെച്ചാൽ എന്താണ്? എനിക്കറിയാം. ഓണമെന്ന് വെച്ചാൽ പൂക്കളമിടും, പുത്തൻ ഉടുപ്പുകൾ വാങ്ങും, ഓണസദ്യ കഴിക്കും, ഓണത്തുമ്പിയെ പിടിക്കും, പേരും പായസവും കാണുമല്ലോ. മക്കളെ, മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. പണ്ട് കേരളത്തിൽ ദാനശീലനും മഹാത്യാഗിയുമായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. മഹാബലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കള്ളവും ചതിയും ഒന്നും ഉണ്ടായിരുന്നില്ല. പരമേശൻ തനയന ഗണപതി തുണ ചെയ്വാൻ പ്രണമിക്കുന്നേ. കളവാണി സരസ്വതി കരുണയോടടി എൻ്റെ കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ. കരളിൽ വന്നുദിക്കു. ഈ തിരക്കിട്ട സമയത്ത് നമുക്കെല്ലാവർക്കും ഒന്ന് ഒത്തുചേരാനും നമ്മളുടെ മക്കളുടെ വിവാഹാലോചനയിൽ പങ്കെടുക്കാനും. അതെ അതെ, വരും വർഷങ്ങളിലും ഇതുപോലെ നല്ല ഒരു ഓണക്കാലം വന്നു ചേരാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായ ഒരു വള്ളസദ്യ കഴിച്ച് നമുക്ക് പിരിയാം.